നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒരു സിസ്റ്റത്തെ, ഒരു സമൂഹത്തെ അപ്പാടെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരാളാ സുനിത ഡോക്ടർ. ഒരു ഡോക്ടറുടെ എത്തിക്സ് പോലും മറന്ന് മരുന്ന് മാഫിയയുടെ ഇടനിലക്കാരിയായി നിന്നവര്. അവരെ ഇല്ലാതാക്കാൻ നിരഞ്ജൻ ഡോക്ടർ ശ്രമിച്ചെങ്കിൽ, ഇല്ലാതാക്കിയെങ്കിൽ ആ കേസ് ഞാൻ വാദിച്ചു ജയിക്കും. ഏത് SIT വന്നാലും. എടാ, നീ എന്താ ഞങ്ങളുടെ ആദ്യം മനസ്സിലാക്കാത്തത്? പേടിയാടാ ഞങ്ങക്ക്. കുറെ നാളായിട്ട് ഈ വീടിന്റെ അവസ്ഥ എന്താ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്റെ ചേച്ചി, ജീവിതമാകുമ്പോ ഇങ്ങനെ പ്രശ്നങ്ങളും പ്രതിസന്ധിയും ഒക്കെ ഉണ്ടാവും. എന്ന് കരുതി അതിൽ നിന്നൊക്കെ ഒളിച്ചോടാൻ പറ്റുമോ? ഒളിച്ചോടാൻ ആര് പറഞ്ഞു? വെറുതെ ആ ഡോക്ടറെ സപ്പോർട്ട് ചെയ്യാതെ ആ ACP പറഞ്ഞതുപോലെ അവരുടെ കൂടെ നിൽക്കേ. അതോട് നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കട്ടെടാ. നീ നിന്റെ കാര്യം നോക്ക്. അല്ലെങ്കിൽ സിദ്ധുവേട്ടന്റെ കരിയറും ജീവിതവും ഒക്കെ ഇല്ലാതാവും. ഇവന്റെ മാത്രമല്ല നിന്റെ. കൊലപ്പുള്ളിക്ക് കൂട്ടു നിൽക്കുന്നവന്റെ പെങ്ങക്കെ ആരെങ്കിലും ഒരു ജീവിതം കൊടുക്കുവോടാ? ഇനി അങ്ങനെ നടന്നാ തന്നെ ആ വീട്ടിൽ ഇവളുടെ അവസ്ഥ എന്താവും? ഏട്ടനിപ്പോ എന്റെ ജീവിതമൊന്നും ഒരു പ്രശ്നമല്ലല്ലോ ചേച്ചിയമ്മ. കൂറ് മുഴുവനും ഏട്ടന്റെ ഉള്ളിലുള്ള ഹൃദയത്തോടും അത് തുന്നിപ്പിടിപ്പിച്ച ഡോക്ടറോടും പിന്നെ ആ ദേവികയോടും അല്ലേ? എടാ മോനെ, ഇങ്ങനെ അവയവം മാറ്റി വെച്ച ഒരുപാട് പേര് ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അല്ലാതെ നീ ആദ്യത്തെ ആളൊന്നുമല്ല. അതുകൊണ്ട് ആരോടുമുള്ള ആരാധനയും കടപ്പാടും അടിമത്തമാവരുത്. ആ ഏട്ടനിപ്പോ കടപ്പാട് കൊണ്ട് നിരഞ്ജൻ ഡോക്ടറുടെയും ആരാധന കൊണ്ട് ദേവികയുടെയും അടിമയല്ലേ? സിദ്ധുവേട്ടൻ എന്നോട് ദേഷ്യപ്പെടണ്ട. ഞാൻ ഉള്ള കാര്യമാ പറഞ്ഞത്. നമ്മള് വിളക്കുകാലാവുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവരും. പക്ഷേ ഈ വെളിച്ചത്ത് നിൽക്കുന്നവരാരും ഒറ്റയ്ക്ക് നിൽക്കുന്ന വിളക്കുകാലിനെ ഓർക്കാറില്ല. അവരുടെ ആവശ്യം കഴിയുമ്പോ ഊതിക്കെടുത്തിട്ടങ്ങ് പോവും. ഇത് ഏട്ടൻ ഓർത്തോ? ഈ വീട്ടിൽ വെളിച്ചം ഊതിക്കെടുത്തിട്ടേ നാട്ടുകാർക്ക് വെളിച്ചം കാണിക്കാൻ പോവാൻ ഞാൻ നിന്നെ സമ്മതിക്കത്തില്ലടാ. വക്കീലേ, എനിക്ക് എന്ത് പേടി. ഷെടാ, അനുഭവിച്ചതിനപ്പുറം ഇനിയൊന്നും അനുഭവിക്കാനില്ലല്ലോ. ആ വരട്ടെ, SIT വരട്ടെ. എന്തായാലും ഡോക്ടർ സുനിതയുടെ കഴുത്ത് കണ്ടിച്ചത് ഞാനല്ല. പിന്നെന്താ? വക്കീൽ ആരോ വന്നിട്ടുണ്ട്, ഞാൻ വിളിക്കാം. ഹായ് ദേവിക. ഹായ്. ചെടിക്ക് വെള്ളം ഒഴിക്കായിരുന്നല്ലേ? ഓ ഗുഡ്. ഞാനൊരു കേസും അതിലെ ചില പ്രതികളെയും ഒന്ന് വെള്ളം തെളിച്ചുണർത്താൻ വന്നത്. പേര് റേച്ചൽ ശിവറാം, അസിസ്റ്റന്റ് കമ്മീഷണർ. ഡോക്ടർ സുനിത മർഡർ കേസിന്റെ ടീം ലീഡർ. ഞാൻ ഊഹിച്ചായിരുന്നു. ആഹാ, മെടുക്കി. പോലീസ് എന്ന് കേട്ടപ്പോ ദേവിക്ക് പേടിയൊന്നും തോന്നിയില്ലേ? എന്തിന്? പോലീസ് പബ്ലിക് സർവന്റ് അല്ലേ? പിന്നെ ഇനി ഭയക്കണമെങ്കിൽ തന്നെ ക്രിമിനൽ കേസ് പ്രതികൾ ഭയന്നാ പോരെ? അബ്സല്യൂട്ട്ലി. അച്ഛാ, ആരാ മോളെ ഇത്? പോലീസ് അച്ഛാ. സുനിത ഡോക്ടർ കേസ് വീണ്ടും അന്വേഷിക്കുന്ന മനോഹരൻ അല്ലേ? ആ അതെ.
ഇത് പാർവതി. അതെ മേഡം. മരുമകളെ സ്വന്തം മക്കളെക്കാൾ സ്നേഹിക്കുന്ന അമ്മായിയച്ഛനും അമ്മായിയമ്മയും. അയ്യോ, മാഡത്തിന് മുഖലക്ഷണം അറിയാല്ലേ? അതങ്ങനെയാ മാഡം. മരുമക്കളെ സ്നേഹിച്ചാൽ തന്നെ പല മരണവും ഒഴിവാക്കാന്ന എൻ്റെ പക്ഷം. ഏത് ഈ പെമ്പിള്ളാരുടെ? നമുക്ക് ആ സുനിത ഡോക്ടറിന്റെ മരണത്തിന്റെ കാര്യം ഒന്ന് സംസാരിക്കണ്ടേ മനോഹര? പിന്നെന്നാ, മാഡം വന്നാട്ടെ. എനിക്കാണെങ്കിൽ പോലീസുകാരോട് വർത്താനം പറയാൻ വലിയ ഇഷ്ടമാന്നേ. വന്നാട്ടെ. പാർവതിയെ, നീ പോയി കാപ്പിക്ക് വെള്ളം വെക്ക, നന്നായിട്ട് തിളക്കണം. CAT മാഡത്തിനാ. അച്ഛാ, SIT. അതെങ്കിലും അത് കാപ്പി കൊടുക്കണ്ടേ മോളെ? കാപ്പിയൊന്നും വേണ്ട മനോഹര. എന്നാ പിന്നെ ചായ അല്ലേ? അല്ലെ പാർവതി, നാരങ്ങ ഇരിപ്പട്ടോ ഞെക്കി അങ്ങോട്ട് പിഴിയാൻ. മനോഹരൻ വലിയ തമാശക്കാരനല്ലേ? ഓ, അങ്ങനെയൊന്നും ഇല്ലെന്നേ. അടൂർവാസിക്ക് 3 വർഷം പഠിച്ചതാ. മാഡ് ചിലത് ചോദിക്കാനാ വന്നത്. അതിനെന്നാ ചോദിച്ചു? സുനിത മർഡർ കേസിൽ ഞങ്ങളുടെ പ്രീമിയം സസ്പെക്ടുകളിൽ ഒരാളാ ദേവിക. നിയമത്തിന് ആരെയും സംശയിക്കാമല്ലോ മാഡം. അതിനല്ലേ അധികാരത്തിന്റെ കുപ്പായം. പോലീസാ പുറത്ത്. നമുക്ക് പോയി നോക്കാം. വേണ്ട വേണ്ട വേണ്ട, നമ്മൾ ഇവിടെ നിന്ന് കാത് കുറിപ്പിച്ചാ മതി. തല കാണിക്കണ്ട. എന്താ മോളെ, എന്താ? ദേവികയെ സംശയിക്കാൻ കാരണങ്ങളുണ്ട്. സുനിത ഡോക്ടറോട് ഏറ്റവും ശത്രുതയുള്ള ഒരാൾ ദേവികയാണെന്ന ഞങ്ങളുടെ അറിവ്. സുനിത ഡോക്ടറുടെ ചില മാൽ പ്രാക്ടീസുകൾ ഞാൻ കണ്ടെത്തി എന്നുള്ളത് ശരിയാണ്. അതിന്റെ പേരിൽ അവർ ടെർമിനേറ്റ് ചെയ്യപ്പെട്ടു എന്നതും ശരിയാണ്. അതിനപ്പുറം എനിക്ക് സുനിത ഡോക്ടറോട് വ്യക്തിപരമായ വൈരാഗ്യമൊന്നുമില്ല. പിന്നെ ഇപ്പോ സുനിത ഡോക്ടർക്ക് എന്നോട് വൈരാഗ്യം ഉണ്ടായിരുന്നൊന്നും എനിക്കറിയത്തില്ല. അതിപ്പോ സുനിത ഡോക്ടർ മരിച്ചുപോയ സ്ഥിതിക്ക് ഇനിയിപ്പോ അത് ചോദിക്കാനും പറ്റില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ഹോജോ ബോർഡ് കൊണ്ടുവരണം. അച്ഛാ, ഓജോ ബോർഡ്. അത് തന്നെ, അത് തന്നെ. മനോഹരേട്ടാ, മിണ്ടാതിരിക്കും. ഇവളെങ്ങനെയാ മാഡം? ഞാൻ എന്നാ പറഞ്ഞാലും ഇവള് സ്റ്റോപ്പ് ബോർഡ് കാണിക്കും. ഇവിടുത്തെ AI ക്യാമറയാ എന്റെ നിയമലംഘനങ്ങൾ കണ്ടുപിടിക്കാൻ. മനോഹറിന് പോലീസിനോട് വലിയ പുച്ഛമാണല്ലേ? എനിക്ക് പോലീസുകാരോട് എന്നാ പുച്ഛമാന്നേ? ഈ വ്യവസ്ഥിതിയോടാ പുച്ഛം. ഒരർത്ഥത്തിലേ പുച്ഛമല്ല, നിസ്സഹായനായി പോകുന്ന, നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സിവിലിയന്റെ അമർഷം. അങ്ങനെ കണ്ടാൽ മതി മാഡം. അതുകൊണ്ടാണോ നിരഞ്ജന് വേണ്ടി പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത്? അതെ, നിരഞ്ജൻ ഡോക്ടർ നിരപരാധിയാ. അതുതന്നെ എൻ്റെ ഉറച്ച വിശ്വാസം.